നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്താണ്? ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് റൈറ്റിംഗ് പാരഗ്രാഫാണ്. റൈറ്റിംഗ് പാരഗ്രാഫാണ് ഫൗണ്ടേഷൻ കോഴ്സ് ഇൻ ഇംഗ്ലീഷിലെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. അതിൽ എന്താണ് റൈറ്റിംഗ് പാരഗ്രാഫ്? എന്തായിരിക്കും റൈറ്റിംഗ് പാരഗ്രാഫ് എന്ന് പറയുന്നത്? റൈറ്റിംഗ് പാരഗ്രാഫ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു മാറ്റർ, നമ്മളിപ്പോൾ എസ്സേസ് എഴുതുന്നുണ്ട്, ഫിക്ഷൻസ് എഴുതുന്നുണ്ട്, അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ലെറ്റർ, എക്സാമ്പിൾ ഫോർ ലെറ്റേഴ്സ് നമ്മൾ എഴുതുമ്പോൾ നമ്മളിങ്ങനെ വാരി വലിച്ചിട്ടൊന്നുമല്ല എഴുതുന്നത്, അല്ലേ? അപ്പോൾ നമ്മളെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് നമ്മൾ ഒരു ഓർഡറിലായിരിക്കണം നമ്മൾ എഴുതുന്നത്. അല്ലാണ്ട് ഇങ്ങനെ അവിടെ എവിടെയും വാരി വലിച്ചെഴുതിയാൽ നമുക്കതിനൊരു സിസ്റ്റമാറ്റിക്കായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. നമ്മളത് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അതൊരു ഓർഡർ ബൈ ഓർഗനൈസ് ചെയ്തിട്ടായിരിക്കണം നമ്മളൊരു പാരഗ്രാഫ് ചെയ്യുന്നത്. അതായത് കണ്ടിന്യൂറ്റി നമുക്ക് വേണം. ഏതിൽ? ഈ പാരഗ്രാഫ് റൈറ്റിങ്ങിൽ വേണം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ലെറ്റർ എടുക്കുന്നുണ്ട് എന്ന് വെക്കുന്നത്, അല്ലെങ്കിൽ ഒരു എസ്സേ എടുക്കുക. എക്സാമ്പിൾ ഫോർ ഒരു എസ്സേ എടുക്കുകയാണെങ്കിൽ ആ എസ്സേസിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു മാറ്റർ, ഇപ്പോൾ ഏതെങ്കിലും ഒരു ഐഡിയ, ഒരു ടോപ്പിക്ക് നമുക്ക് കിട്ടിയാൽ ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തുള്ള കാര്യങ്ങളായിരിക്കണം ഏതിൽ വരേണ്ടത്? ഒരു പാരഗ്രാഫിൽ വരേണ്ടത്. അല്ലാതെ എല്ലാ സ്ഥലവും ഇതാക്കിയിട്ടുള്ള ഒരു ലെറ്റേഴ്സ് ആയിരിക്കരുത് ഒരു എസ്സേസിൽ വരേണ്ടത്, അല്ലേ? സെൻറ്റൻസ് അല്ല വരേണ്ടത്. അപ്പോൾ ഈ റൈറ്റിംഗ് പാരഗ്രാഫിലത്തെ ഒബ്ജക്റ്റ്, അതായത് അതിന് വരേണ്ട ഇതെന്ന് പറയുന്നത് ഇത്രയും കണ്ടന്റുകൾ ഉണ്ടായാലേ നമുക്ക് നല്ലൊരു റൈറ്റിംഗ് പാരഗ്രാഫ് കിട്ടും. ഈ തന്നിരിക്കുന്ന പോയിന്റുകൾ: ഒബ്ജക്റ്റീവ്, സ്റ്റഡി ഗൈഡ്, ഇൻട്രൊഡക്ഷൻ, ടോപ്പിക്, സെൻറ്റൻസസ്, കൊഹറൻസ്, പങ്ക്ച്വേഷൻ, സംസപ്പ്, കീവേഡ്, ബുക്ക് റെഫറൻസ്, പിന്നെ സെൽഫ് ചെക്കിങ്. ഇത്രയും പോയിന്റുകൾ ഇത് ചെയ്തിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു പാരഗ്രാഫ് ഉണ്ടാക്കുന്നത്. പാരഗ്രാഫ് ഉണ്ടാക്കുന്നതിന് നമ്മൾ കണ്ടിരിക്കേണ്ട പോയിന്റുകളാണ് ഈ തന്നിരിക്കുന്ന ഇത്രയും പോയിന്റുകൾ എന്ന് പറയുന്നത്. അപ്പം പാരഗ്രാഫ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് ആയിരിക്കണം എന്ത് പാരഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ റൈറ്റിംഗ് പാരഗ്രാഫ് എന്ന് പറയുന്നത് എങ്ങനെയുള്ളതായിരിക്കണം? സിസ്റ്റമാറ്റിക് ആയിരിക്കണം, അത് ഓർഗനൈസേഷൻ ആയിരിക്കണം, അത് ഓർഗനൈസ്ഡ് ചെയ്തതായിരിക്കണം. ഓക്കെ, ഓർഗനൈസ് മീൻസ് അല്ലാതെ ഓരോ സ്ഥലത്തും അങ്ങനെ വാരി വലിച്ച് എഴുതുന്നില്ല. ഇപ്പോൾ ഒരു വ്യക്തിയെ കുറിച്ചാണ് എഴുതുന്നതെങ്കിൽ ആ വ്യക്തിൻ്റെ ഫുൾ ഇപ്പോൾ ബിസിനസ് മാനെ കുറിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓരോ 1 by 1 ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം നമ്മൾ അയാളെക്കുറിച്ച് എഴുതേണ്ടത്, അല്ലേ? അപ്പോൾ അതുപോലെ ആയിരിക്കണം അങ്ങനെയുണ്ട് എഴുതിയ ഉള്ള എസ്സേസാണ് ഒരു ഗുഡ് പാരഗ്രാഫായിട്ട് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ അതിലെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്, അതായത് ഒരു റൈറ്റിംഗ് പാരഗ്രാഫിൻ്റെ മെയിൻ എലമെൻ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് എന്താണ്? അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ പാരഗ്രാഫിൽ പ്രയോഗിക്കേണ്ട ഒരു മെയിൻ റെലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഈ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? സിസ്റ്റമാറ്റിക് ആയിരിക്കണം. ഞാൻ പറഞ്ഞ പാരഗ്രാഫിൽ അത് എന്തായിരിക്കണം? സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളതാണ്. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സെൻറ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഒരു ഗുഡ് പാരഗ്രാഫ് എന്ന് വിളിക്കുന്നത്. ആ ഗുഡ് പാരഗ്രാഫിൽ ഉള്ള ഒരു മെയിൻ കണ്ടന്റ് ആണ് എന്തെന്ന് പറയുന്നത്? ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഈ ഒബ്ജക്റ്റീവ്സ് നമുക്ക് ഓർക്കാനുള്ള വേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു സ്മാർട്ടാണ്. ഇതൊരു സ്മാർട്ട് എന്ന് പറയുന്നത് സ്മാർട്ട് ഫോർ സ്പെസിഫിക് ആയിരിക്കണം, എം ഫോർ മെഷറബിൾ, എ ഫോർ അച്ചീവബിൾ, ആർ ഫോർ റെലവൻറ്റ്, ടി ഫോർ ടൈം ബോണ്ടഡ്. ഇത്രയും കാര്യങ്ങളുള്ള ഫസ്റ്റ് ലെറ്റേഴ്സ് ഉള്ള ഇതാണ് എന്തെന്ന് പറയുന്നത്? സ്മാർട്ട് എന്ന് പറയുന്നത്. അതായത് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് എന്താണ്? സ്മാർട്ടായിട്ട് ഉള്ളതാണ്. ആ സ്മാർട്ട് എന്ന് പറയുന്നത് എന്താണ്? എസ് ഫോർ സ്പെസിഫിക് ആയിരിക്കണം, എം ഫോർ മെഷറബിൾ ആയിരിക്കണം, എ ഫോർ അച്ചീവബിൾ ആയിരിക്കണം, ആർ ഫോർ റെലവൻ്റ് ആയിരിക്കണം, ടി ഫോർ ടൈം ബോണ്ടഡ്. ഈ ഫസ്റ്റ് ഇതിലുള്ള സ്പെസിഫിക് എന്ന് പറയുന്നത് നമുക്കത് സ്പെസിഫിക് ആയിട്ടുള്ളത് അത് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഒരു പാരഗ്രാഫ് വായിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാര്യങ്ങൾ ആ എസ്സേയിൽ അല്ലെങ്കിൽ ഫിക്ഷനിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് സ്പെസിഫിക് ആയിട്ട് അത് മനസ്സിലാക്കാൻ പറ്റണം. അതായത് ക്ലിയർലി മനസ്സിലാക്കാൻ പറ്റണം. നമ്മളതിൽ ഉപയോഗിച്ചിരിക്കുന്ന കണ്ടൻറ്റുകൾ സ്പെസിഫിക് ആയിട്ട് നമുക്കത് ഉപയോഗിക്കാനും പറ്റണം. ഏതിലാവുമ്പോൾ ഈ സ്പെസിഫിക്
മെത്തേഡ് ഒബ്ജക്റ്റീവ്സ് ഉപയോഗിക്കുമ്പോൾ. രണ്ടാമത്തെന്ന് പറയുന്നത് മെഷറബിൾ ആണ്. അതായത് നമ്മൾ എഴുതുന്ന പാരഗ്രാഫുകൾ ക്വാണ്ടിറ്റേറ്റീവ് ആയിരിക്കണം. അതായത് ക്വാണ്ടിറ്റേറ്റീവ് മീൻസ് എന്ന് പറയുന്നത് റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. മെഷറബിൾ എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ്, അതായത് നമ്മൾ എഴുതുന്ന മാറ്ററുകൾ എന്തായിരിക്കണം, ആ നമ്മൾ തുടങ്ങുന്ന ടോപ്പിക്ക് മെയിൻ ടോപ്പിക്ക് എന്താണോ ആ മെയിൻ ടോപ്പിക്കിനോട് അനുബന്ധിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതിനോടുള്ള മെഷറബിൾ ആയിട്ടുള്ള ഒന്നായിരിക്കണം ഏതെന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. എന്നാലാണ് നമുക്കൊരു ഗുഡ് പാരഗ്രാഫ് കിട്ടുക. അതായത് മെയിൻ ഐഡിയ, മെയിൻ ടോപ്പിക്ക് നമുക്ക് എങ്ങനെയുള്ളതായിരിക്കണം, മെഷറബിൾ ആയിരിക്കണം. രണ്ടാമതെന്ന് പറയുന്നത് എന്താണ്, അച്ചീവബിൾ ആണ്. അച്ചീവബിൾ എന്ന് പറയുന്നത് എന്താണ്, ഇതിൻ്റെ ഓവറോൾ പർപ്പസസ്, അതായത് ഇതിനെക്കുറിച്ചിട്ടുള്ള പാരഗ്രാഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടോപ്പിക്ക്, മെയിൻ ടോപ്പിക്കിൻ്റെ പർപ്പസിനെ കുറിച്ച് നമ്മൾ ഇതായിരിക്കണം, ഈ എഴുതുമ്പോൾ ഈ ഒബ്ജക്റ്റീവ്സിൽ അച്ചീവബിളിൽ നമ്മൾ എന്ത് ചെയ്യണം, ഉപയോഗിക്കണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് റെലവൻ്റ് ആയിരിക്കണം. ആ റെലവൻ്റ് ആയിട്ടുള്ള പിന്നെ ഒരു ഇത് ഏതിലുണ്ടായിരിക്കണം, റൈറ്റിംഗ് പാരഗ്രാഫിലുണ്ട്. റെലവൻ്റ് ആയിട്ടുള്ള സെൻറ്റൻസുകൾ ഉണ്ടായിരിക്കണം, തീമുകൾ ഉണ്ടായിരിക്കണം. അതൊക്കെ ഏതിലുണ്ടായിരിക്കണം, റൈറ്റിംഗ് പാരഗ്രാഫിലുണ്ടാവണം. പിന്നെ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ടൈം ബോണ്ടഡ് ആണ്. ടൈം ബോണ്ടഡ് എന്ന് പറയുന്നത് നമ്മൾ എഴുതുന്ന ടോപ്പിക്കിന് എന്തുണ്ടായിരിക്കണം, ആ ടോപ്പിക്ക് നമുക്ക് ടൈം ഓറിയൻറ്റഡ് ആയിരിക്കണം. അതായത് തുടക്കം തുടങ്ങിയിട്ട് ലാസ്റ്റ് എവിടെയോ ചെന്ന് അവസാനിക്കുന്ന തരത്തിലോ അങ്ങനെ ആയിരിക്കാൻ പാടില്ല. ഒരു ഫിക്സഡ് ടൈം എന്തിനുണ്ടായിരിക്കണം, അല്ലെ ഇതിനുണ്ടാവണം, ഇതിന് പാരഗ്രാഫ് റൈറ്റിങ്ങിന് ഉണ്ടായിരിക്കണം. അപ്പം നോക്കി, റൈറ്റിംഗ് പാരഗ്രാഫിലെ ഒബ്ജക്റ്റീവ്സിൽ വേണ്ട ഘടകങ്ങൾ എന്ന് പറയുന്നതാണ് ഏതൊക്കെ, അത് സ്പെസിഫിക് ആയിരിക്കണം, മെഷറബിൾ ആയിരിക്കണം, അച്ചീവബിൾ ആയിരിക്കണം, റെലവൻ്റ് ആയിരിക്കണം. ഈ ടൈം ബോണ്ടഡ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ഡെഡ് ലൈൻ ഉണ്ടായിരിക്കണം. നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡെഡ് ലൈൻ, അതായത് ഇത്ര മാറ്ററിനെ കുറിച്ച്, ഒരു മെയിൻ ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ എഴുതി തുടങ്ങുമ്പോൾ അത് കൃത്യസമയത്ത് തന്നെ അതിൻ്റെ ആ ഒരു എല്ലാ കണ്ടൻറ്റുകളും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അത് അവസാനിപ്പിക്കുന്ന ഒരു നല്ലൊരു സെൻറ്റൻസ് ആയിരിക്കണം ഇതിലുണ്ടായിരിക്കേണ്ടത്, റൈറ്റിംഗ് പാരഗ്രാഫിൽ ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, അപ്പം റൈറ്റിംഗ് പാരഗ്രാഫ് എന്ന് പറയുന്നത് എന്താണ്, റൈറ്റിംഗ് പാരഗ്രാഫ് എന്ന് പറയുന്നത് മെഷറബിൾ. റൈറ്റിംഗ് പാരഗ്രാഫ്